എല്ലാരും പറയുന്നു ഡിഫറെന്റ് ആയിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ടെന്നൊക്കെ. നല്ലതല്ലേ? ഞാനല്ല, സ്വർണം. സഫ ഗോൾഡൻ ഡയമണ്ട്സ്, ഡിഫറെന്റ് ബൈ ഡിസൈൻ. പ്രതിസന്ധി കാലത്ത് പാർട്ടിയുടെ ഒപ്പം നിൽക്കേണ്ടത് തന്റെ ചുമതലയെന്ന് കെ.ടി. ജലീൽ മലപ്പുറത്ത് പറഞ്ഞു. വിശ്വാസിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗത്വം എടുക്കാനാകില്ല എന്നത് പ്രചരിപ്പിക്കുന്നത് മുസ്ലിം ലീഗും ക്രൈസ്തവ നേതാക്കളുമാണ്. 2016 താൻ മന്ത്രിയാകുമ്പോൾ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ചോദ്യം ചെയ്തവരാണ് ലീഗുകാർ എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. അതൊക്കെ മുസ്ലിം ലീഗ് തരാതരം പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളാണ് മുസ്ലിം സമുദായത്തിനിടയിൽ. അതുപോലെ തന്നെ ക്രൈസ്തവ നേതാക്കൾ ക്രൈസ്തവ സമുദായത്തിനിടയിൽ അവർക്ക് അവരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് വരുമ്പോൾ പ്രചരിപ്പിക്കുന്ന കാര്യമാണ്. 1967 കേരളത്തിൽ ആദ്യമായി മുസ്ലിം ലീഗ് അധികാരത്തിൽ വരുന്നത്. അത് ഒന്നാം പിണറായി സർക്കാരിന് ശേഷം, ഒന്നാം EMS സർക്കാരിന് ശേഷം രൂപം കൊണ്ട രണ്ടാം EMS സർക്കാരിലാണ്. ആ രണ്ടാം EMS സർക്കാരിൽ അന്ന് മുസ്ലിം ലീഗ് തൊപ്പിവെച്ചാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ആ മന്ത്രിസഭയിൽ അള്ളാഹുവിൻ്റെ നാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. അവരെ ആരും വിലക്കിയില്ല. എന്നാൽ അവർ തന്നെ ഇടതുപക്ഷത്തെക്കാൾ മതനിരപേക്ഷം എന്ന് പറയുന്ന ഒരു സർക്കാരിൽ എങ്ങനെയാണ് സത്യപ്രതിജ്ഞ ചെയ്തത്? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ MLA മാർ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ വരെ അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത ലീഗ് MLA മാർ, ലീഗ് മന്ത്രിമാർ എന്താണ് അള്ളാഹുവിനെ വിട്ട് ദൈവത്തിലേക്ക് മാറിയത്? എന്താണ് തൊപ്പി മാറ്റിയത്? അതിനു മാത്രം എന്ത് പ്രത്യേക സാഹചര്യമാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്? ഇടതുപക്ഷം ഭരിക്കുമ്പോൾ പോലും അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ ലീഗ് MLA മാർക്ക് യാതൊരു മടിയും ഉണ്ടായിട്ടില്ലല്ലോ. അവർക്കതിന് പ്രതികൂലമായ ഒരു സാഹചര്യവും ഉണ്ടായിട്ടില്ല. അവരാ കാര്യം വ്യക്തമാക്കണം. ഇപ്പോൾ BJP രാജ്യം ഭരിക്കുന്നത് കൊണ്ട്, BJPയുടെ ഗവർണർ കേരളത്തിൽ സത്യപ്രതിജ്ഞ ചൊല്ലിത്തരുന്നത് കൊണ്ട് ഞങ്ങളുടെ മന്ത്രിമാർക്ക് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വന്നു, അള്ളാഹുവിനെ ഉപേക്ഷിക്കേണ്ടി വന്നു, അതുപോലെ തന്നെ തൊപ്പി ഞങ്ങൾക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു എന്നുള്ള കാര്യം ലീഗ് വ്യക്തമാക്കട്ടെ. അങ്ങനെ ഒരു സാഹചര്യം ഇവിടെ സംജാതമായിട്ടുണ്ടോ? തൊപ്പിയിടാതെയും അല്ലാഹുവിൻ്റെ നാമം പറയാതെയുമാണ് ലീഗ് മന്ത്രിമാരും MLA മാരും ഇത്തവണ സത്യപ്രതിജ്ഞ ചെയ്തതെന്നും ഇത് എന്തുകൊണ്ടാണെന്ന് ലീഗ് നേതാക്കൾ മറുപടി പറയണമെന്നും എന്തിനാണ് UDF മന്ത്രിമാർ വെള്ളാപ്പള്ളി നടേശനെയും മകനെയും അങ്ങോട്ട് പോയി കണ്ടതെന്നും വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ വോട്ട് വാങ്ങിയതെന്നും K.T. ജലീൽ ആരോപിച്ചു. ആരൊക്കെ പോയി കണ്ടുകൊണ്ടിരിക്കുന്നത്? മന്ദു, ബിന്ദു, കൃഷ്ണ ആ വെള്ളാപ്പള്ളി നടേശനെ പോയി അനുഗ്രഹം വാങ്ങിയില്ലേ? അവര് വോട്ട് വാങ്ങിയത് ആ വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റി എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആ കാറിൽ കയറ്റിയത് അദ്ദേഹം നടത്തിയ പ്രസ്താവനക്ക് അന്നത്തെ മുഖ്യമന്ത്രി ചെയ്തിട്ടുള്ള ഒരു എൻഡോഴ്സ്മെൻ്റ് ആണ് എന്ന രീതിയിലാണ് വ്യാഖ്യാനിക്കപ്പെട്ടത്. അപ്പോൾ ബിന്ദു കൃഷ്ണ മന്ത്രി അദ്ദേഹത്തെ പോയി കണ്ടതും അനുഗ്രഹം വാങ്ങിയതും എങ്ങനെയാണ് വ്യാഖ്യാനിക്കുക? തുഷാർ വെള്ളാപ്പള്ളി NDAയുടെ നേതാവ്, അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വന്ന് അദ്ദേഹത്തിന് ബൊക്ക കൊടുത്ത് സ്വീകരിക്കുന്നു. മുഖ്യമന്ത്രി തന്നെ ഞങ്ങൾ ഇനിമേലിൽ ഒരു നേതാവിനെയും, മത നേതാവിനെയും, സമുദായ നേതാവിനെയും പോയി കാണില്ല എന്ന് പറഞ്ഞിട്ട് അതേ നേതാക്കന്മാരെ പോയി കാണാൻ വ്യഗ്രത കാണിക്കുന്നു. അപ്പോൾ ലെറ്റ് us wait and see. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ, അൽഫാം, അറേബ്യൻ ചിക്കൻ മന്തി, മസാല ഷവായകൾ, വിവിധ തരം ഷവർമകൾ, ബർഗറുകൾ, സാൻഡ്വിച്ചുകൾ തുടങ്ങി നിങ്ങളുടെ ആഘോഷവേളകൾക്ക് വേണ്ട കേക്കുകൾ ഉൾപ്പെടെ എല്ലാം അത്യാധുനിക സൗകര്യങ്ങളിൽ. ഇന്ത്യൻ ബേക്സ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, മഞ്ചേരി റോഡ്, വണ്ടൂർ.